ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് വ്ളോഗാണ്. തൃശ്ശൂർ ഹൈലൈറ്റ് മോൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ റിച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നതാണ്. സത്യം പറയാൻ കുറേ നാളായിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ഇങ്ങനെ വരണം എന്നൊക്കെ. പക്ഷേ ഇവൾ ഫ്രീ ആകുമ്പോൾ ഞാൻ ഫ്രീ ആകത്തില്ല, ഞാൻ ഫ്രീ ആകുമ്പോൾ ഇവൾ ഫ്രീ ആകത്തില്ല, അങ്ങനത്തെ ഒരു മാറ്ററിലായിട്ടാണ് കേട്ടോ ഞങ്ങളിരുന്നത്. സത്യം പറയാൻ ഞങ്ങളിവിടെ വന്നത് എന്തിനാണെന്ന് പറയാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇത് ഇപ്പം കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ മജ്ബൂസ് അതാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. മജ്ബൂസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ മുകളിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ മയനൈസും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പൈനാപ്പിൾ മുളകിലിട്ടിട്ടുണ്ടായിരുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഈ ഒരു ബ്രോസ്റ്റഡിൻ്റെ ഈ ഒരു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര വേർത്തിട്ടായിരുന്നു. ബിക്കോസ് 199 ആണ്. നമുക്ക് ഈ ഒരു 4 പീസ് ബ്രോസ്റ്റഡും അതേപോലെ തന്നെ ഒരു കോക്കും ആൻഡ് ഒരുപാട് ഫ്രഞ്ച് ഫ്രൈസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ശരിക്കും 4 പീസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചപ്പോൾ ഫസ്റ്റ് വിചാരിച്ച എന്താണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കാണില്ല, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞപ്പം എൻ്റെ മോനെ സ്വർഗ്ഗമായിരുന്നു. അതിരിച്ചൂടെ ഫേസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ കുക്കൊക്കെ വെൽ കുക്ക്ഡായിരുന്നു. കുക്കല്ല, ചിക്കനൊക്കെ വെൽ കുക്ക്ഡായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഞാൻ നല്ലൊരാളാണ്. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഈ ഒരു മയനൈസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മൾ മയനൈസ് നമ്മൾ മജ്ബൂസ് കഴിക്കുന്ന സമയത്ത് നമുക്ക് മയനൈസ് വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഗാർലിക് ചീസ് മയോനൈസായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 45 റുപ്പീസാണ് കേട്ടോ ആയത്. സത്യം പറഞ്ഞാൽ പിന്നെ ഈ ഒരു മയനൈസ് ഒരുപാടധികം ആയിപ്പോയിട്ടാ. ബിക്കോസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചിക്കനുമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനും ബ്രോസ്റ്റഡും ആ മയനൈസൊക്കെ കൂടെ ഒന്ന് കഴിക്കണം. നല്ല ടേസ്റ്റായിരുന്നു, വേറെ ലെവലായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർഡറല്ല, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടല്ലോ, ചിക്കൻ മജ്ബൂസായിരുന്നു. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റൈസും ആ ചിക്കൻ പീസൊക്കെ ആണെങ്കിലും നല്ലതായിരുന്നു. ഏറ്റവും അവസാനം ഞങ്ങൾ ബാലൻസ് വെച്ചു ഗൈസ്. അങ്ങനത്തെ അവസ്ഥ വന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉച്ചയ്ക്കും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഫുഡൊക്കെ കൂടെ കണ്ട് ആക്രാന്തം മൂത്ത് ഏറ്റവും അവസാനം എല്ലാം ഓർഡറും ആക്കി. എന്നിട്ട് വയറും നിറഞ്ഞ് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഞങ്ങൾ കഴിച്ച് തീർത്തു. അതാണ് ഞങ്ങൾ. റൈസൊക്കെ നല്ല ക്വാളിറ്റി ആയിരുന്നു, ചിക്കനും നല്ല പീസൊക്കെ ആയിരുന്നു കിട്ടിയത്. പക്ഷേ എനിക്ക് ഫ്ലേവറിൻ്റെ കാര്യം വരുമ്പോൾ എനിക്കറിയത്തില്ല ഇത് തന്നെയാണോ കറക്റ്റ് ടേസ്റ്റ് എന്ന്. എനിക്ക് കറക്റ്റ് കുറച്ചും കൂടെ എന്താ പറയണ്ടേ, മസാല ഇട്ടിട്ടുള്ള മയനൈസ് മന്തി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് റോങ് ഓർ റൈറ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഈ ഒരു പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സാധാരണ ഞാൻ ഉപ്പിലിട്ടൊന്നും അധികം കഴിക്കാത്തതാണ്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ സൈലബാൻ കഴിക്കണമെന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വാങ്ങി ഗൈസ്. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചീസ് ബോംബാണ്. 290 രൂപയായിരുന്നു ഇതിന്. എനിക്ക് ഞങ്ങൾക്കിത് വാങ്ങണം എന്നില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നിറഞ്ഞിരിക്കുവാണ്, സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സോ അതുകൊണ്ടാണ് പിന്നെ എന്തുമായിക്കോട്ടെ, എന്തായാലും ടൈമുണ്ട്, ഇനിയും ടൈമുണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ കഴിച്ചത്. സോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഒരു ഹൈലൈറ്റ് വ്ളോഗ് എന്ന് പറയുന്നത്, ഫുഡ് വ്ളോഗ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.